ടീച്ചർ വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ അഭിമുഖം ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു വിഷയം ശരിക്കും രൂപപ്പെട്ടു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും ചില മെസ്സേജുകളൊക്കെ കാണാനിടയായി. ഇതിൽ ഇന്നലെ നമ്മൾ UDF നേതൃത്വവുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് UDFിൻ്റെ അറിവോടുകൂടിയോ സ്ഥാനാർത്ഥിയുടെ അനുമതിയോടു കൂടിയോ അല്ല ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നത് എന്നാണ്. ടീച്ചർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇത് UDFിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയും സ്ഥാനാർത്ഥിയുടെ അറിവോടുകൂടിയും ആണ് എന്ന്? ഇതിൽ അവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. കാരണം എന്നോട് മീഡിയ ചോദിച്ചപ്പോൾ ഇത് UDFിൻ്റെ അറിവോടുകൂടിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം നിരവധി തവണ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും അതുപോലെ തന്നെ പ്രചരണങ്ങളും വന്നു എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഡോക്ടർ അരുണിനോട് നന്ദി പറയുകയാണ്. കാരണം സാധാരണ മീഡിയയിൽ വന്നൊരു കാര്യം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടാൽ അത് പിന്നെ വ്യക്തമാക്കിക്കൊണ്ട് മീഡിയ തന്നെ തുറന്നു പറയുന്ന സംഭവങ്ങൾ വിരളാണ്. പക്ഷേ താങ്കൾ എന്നോട് നടത്തിയ ഇൻ്റർവ്യൂ അത് എത്ര മോശമായ രീതിയിൽ വളച്ചൊടിക്കപ്പെട്ടു എന്നുള്ളത് വന്നപ്പോൾ എനിക്ക് ശരിക്കും വന്നൊരു വല്ലാത്ത വിഷമം. കാരണം ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ നേരെ എതിരർത്ഥം വരുന്ന രീതിയിലാണ് അത് വെട്ടിയെടുത്ത് മറ്റൊരു രീതിയിൽ പോസ്റ്റ് ചെയ്തത്. പക്ഷേ താങ്കൾ തന്നെ അത് പറഞ്ഞു അങ്ങനെയല്ല ഞങ്ങളുടെ ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരാശ്വാസമായി. യഥാർത്ഥത്തിൽ ഞാൻ ഇത്രയേറെ ഇങ്ങനെ ഒരു മോശമായ പ്രചരണം എൻ്റെ എതിർകക്ഷികൾ നടത്തുമെന്നുള്ളത് അല്ലെങ്കിൽ പിന്നെ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയും അവരുടെ ഗ്രൂപ്പും അത് അവരുടെ ഭാഗമായിട്ട് വരും എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. കാരണം കുറച്ചൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള സൈബർ ഇടങ്ങളിൽ ചില പിന്നെ മോശമായിട്ടുള്ള പദപ്രയോഗവും കാര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ വളരെ ഇൻറ്റൻഷനലായിട്ട് ഒരു പ്രത്യേക ഗാങ് അതിനു വേണ്ടിയിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയായിട്ട് നിൽക്കുകയും ഒന്ന് കഴിയുമ്പോൾ മറ്റൊരു പ്രൊഡക്ഷൻ ഇങ്ങനെ വെളിയിലേക്ക് വരികയും ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരവസ്ഥ. ഞാൻ അവർക്ക് ആർക്കെങ്കിലും നേരിട്ട് വ്യക്തിപരമായി പങ്കുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം അത് തെളിയിച്ചു കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. പക്ഷേ ഞാൻ സംശയിക്കുന്നത് സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ അങ്ങനെയുള്ള ചിലതുണ്ടായപ്പോൾ ആദ്യം ഞാൻ നെഗ്ലക്റ്റ് ചെയ്തുവെങ്കിലും നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം തുടർച്ചയായി നുണക്കഥകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രതികരിച്ചു ഇങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ ആ സമയത്ത് അവരത് തള്ളിപ്പറയുകയോ അതിനെ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്തില്ല. നോക്കൂ, ഈ പ്രചരണങ്ങളെല്ലാം വരുന്ന പേജുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. അത് UDFിന് വേണ്ടി പ്രചാരണം നടത്തുന്ന പേജുകളാണ്, UDFിന് വേണ്ടി വോട്ട് പിടിക്കുന്ന പേജുകളാണ്. അപ്പോൾ ആ പേജുകളിൽ വരുന്ന കാര്യങ്ങൾ വസ്തുതക്ക് നിരക്കാത്തതും വളരെ മോശമായിട്ടുള്ള വ്യക്തിഹത്യ ചെയ്യുന്നതുമാകുമ്പോൾ ഈ പറഞ്ഞ നേതാക്കന്മാർക്കൊന്നും പങ്കില്ലെങ്കിൽ അരുതെന്ന് പറയണ്ടേ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയണ്ടേ? അത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് ഫലിക്കുന്നുണ്ടെങ്കിൽ ഫലിക്കട്ടെ എന്ന മട്ടിൽ നുണകൾ നാട്ടിൽ അതും കുടുംബ ഗ്രൂപ്പുകളിലാണ് അയക്കുന്നത്. ഞാൻ താങ്കളോടൊപ്പം നടത്തിയതിൽ തന്നെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും അക്രമകാരികളും വർഗീയവാദികളുമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. അവർ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടം നടത്തിയവരാണ്, ഈ രാജ്യത്തിൻ്റെ സന്തതികളാണ്. അവർക്ക് ഇന്ത്യൻ പൗരത്വം മറ്റെല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ തുല്യ അവകാശത്തോടു കൂടി ലഭ്യമാകേണ്ടതാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞ കാര്യമാണ് നേരെ എതിരായിട്ട് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെല്ലാം വർഗീയവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് എടുത്തു കളഞ്ഞിട്ട് കൊടുത്തത്. അത് കുടുംബ ഗ്രൂപ്പുകളിലാണ് ഇട്ടത്. ആ കുടുംബ ഗ്രൂപ്പുകളിൽ ഇട്ടത് ആരാണെന്ന് പരിശോധിക്കൂ. അത് ഈ UDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നവരാണ്. അപ്പം ഞാൻ എന്താ പറയേണ്ടത്? അവരുടെ അറിവോടെയാണെന്നല്ലാതെ എനിക്ക് പറയാൻ പറ്റുമോ? ഒരു കാര്യം കൂടി ടീച്ചർ, ഇന്നലെ ഇപ്പോൾ KK രമയും ഉമാ തോമസ്